ചെങ്ങന്നൂർ ഭാസ്കര കാരണവർ വധക്കേസ് പ്രതിക്ക് മോചനം. പ്രതി ഷെറിന് ശിക്ഷ ഇളവ്. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. 2009 നവംബർ 7-നാണ് ഷെറിൻ ഭാസ്കര കാരണവരെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത്. എസ് ശാലിനി ചേരുന്നു. ശാലിനി, കൂടുതൽ വിവരങ്ങൾ. നിർണായകമായ ഒരു കേസിലാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിന്റെ നിർണായകമായ ഒരു തീരുമാനമുണ്ടായിട്ടുള്ളത്. 2009 ചെങ്ങന്നൂരിലെ ഭാസ്കര കാരണവർ കൊലക്കേസിലെ ഒന്നാം പ്രതിയായ ഷെറിനെയാണ് ഇപ്പോൾ ജയിലിൽ നിന്ന് മോചിതയാക്കാനുള്ള ഔദ്യോഗിക തീരുമാനത്തിലേക്ക് മന്ത്രിസഭാ യോഗം എത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ശുപാർശ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം അംഗീകരിക്കുകയാണ്. ഈ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തിട്ടുള്ള ശുപാർശ ഇനി പോകുന്നത് ഗവർണറുടെ അടുത്തേക്കാണ്. ഗവർണർ ഇക്കാര്യത്തിൽ ഇന്ന് തീരുമാനം എടുക്കുമെന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അത് മാത്രമല്ല, എത്ര ദിവസത്തിനുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഷെറിന് പുറത്തിറങ്ങാൻ കഴിയും എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. 2009 നവംബർ 7-നാണ് ഷെറിന്റെ ഭർത്തൃ പിതാവിനെ ചെറിയനാട് തുരുത്തിന്മേൽ കാർണവേഴ്സ് വില്ലയിൽ ഭാസ്കര കാരണവർ കൊല്ലപ്പെട്ടത്. മരുമകൾ ഷെറിൻ ഒന്നാം പ്രതിയും ഒപ്പം തന്നെ ഇവരുടെ കാമുകനടക്കമുള്ളവർ രണ്ടാം പ്രതിയുമായിട്ടായിരുന്നു ഈ കേസ് ഉണ്ടായിരുന്നത്. 14 വർഷത്തേക്കാണ് ജീവപര്യന്തം നൽകിക്കൊണ്ട് ഇവരെ ശിക്ഷ സുപ്രീം കോടതി അടക്കം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. 2001 ആയിരുന്നു ഇവരുടെ വിവാഹം. ഇതിന് ശേഷം ചെങ്ങന്നൂരിലെ വീട്ടിലേക്ക് എത്തിയതിനു ശേഷം അമേരിക്കയിൽ ഉണ്ടായിരുന്ന ഭാസ്കര കാരണവർ പൂർണ്ണമായും ജോലി ഉപേക്ഷിച്ച് ഇവിടേക്ക് വരികയായിരുന്നു. ഇതിനുശേഷമാണ് ചില വഴിവിട്ട ബന്ധങ്ങൾ തമ്മിൽ ഭാസ്കര കാരണവരും ഒപ്പം തന്നെ മരുമകളായ ഷെറിനും തമ്മിൽ പല ഘട്ടങ്ങളിൽ തർക്കമുണ്ടായിരുന്നു. ഈ തർക്കത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലും പിന്നീട് കരുതി കൂട്ടിയൊരു കൊലപാതകം നടന്നു എന്നുള്ളതായിരുന്നു അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. രണ്ടാം പ്രതിയായ ഷെറിന്റെ മറ്റൊരു കാമുകൻ കൂടാതെ മറ്റ് 2 പ്രതികളും ഈ കേസിൽ ഉണ്ടായിരുന്നു. എന്തായാലും ഔദ്യോഗികമായി സുപ്രീം കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ച ഷെറിനാണ് ഇപ്പോൾ സംസ്ഥാന മന്ത്രിസഭാ യോഗം ഇത്തരത്തിലൊരു ശുപാർശ നൽകുന്നത്. ജയിലിലെ നല്ല നടപ്പ് ഒപ്പം തന്നെ ഈ കാലയളവിൽ ജയിലിൽ ഉണ്ടായിരുന്ന സമയത്ത് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത രീതിയിലുള്ള റിപ്പോർട്ട് ജയിൽ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും എത്തിയ ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഇളവ് നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഔദ്യോഗികമായി ശുപാർശ മന്ത്രിസഭാ യോഗം അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ തീരുമാനത്തോട് ഗവർണർ ഇനി ഏത് തരത്തിലുള്ള നിലപാട് സ്വീകരിക്കും, അങ്ങനെയാണെങ്കിൽ ഈ ശുപാർശയിൽ ഗവർണർ ഒപ്പുവെക്കുമോ എന്നുള്ളതും കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഔദ്യോഗികമായി മന്ത്രിസഭാ യോഗം ഇളവ് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ശരി, എസ് ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.